കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ ഹാൻഡ് ബുക്കും ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കും കുട്ടികളുടെ പാഠപുസ്തകവും റെഫർ ചെയ്തിട്ടാണ് നോട്ട് തയ്യാറാക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 6 ജനങ്ങൾ ജനങ്ങളാൽ. തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ. ഭരണനിർവഹണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളെ അല്ലെങ്കിൽ നഗരങ്ങളെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഗ്രാമപ്രദേശത്തെ ആയിട്ട് തിരിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപ്രദേശത്ത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. ഗ്രാമപ്രദേശത്ത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം. ഈ ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തിനടി താഴെ വരുന്നതാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇത് ഗ്രാമപ്രദേശങ്ങളിലാണുള്ളത്. നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് ഭരണനിർവഹണം നടക്കുന്നത്. ഗ്രാമപ്രദേശം ത്രിതല പഞ്ചായത്ത് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ജനാധിപത്യത്തെ എബ്രഹാം ലിങ്കൺ നിർവചിക്കുന്ന വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ. മഹാത്മാഗാന്ധി ജനാധിപത്യത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. മഹാത്മാഗാന്ധി. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. മഹാത്മാഗാന്ധി. ജനാധിപത്യത്തിൻ്റെ ഹിസ്റ്ററി. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉയർന്നു വന്ന രാജ്യം ഏതൻസ്, ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആദ്യ രൂപം ഉയർന്നു വരുന്നത് ഏതൻസ്, ഗ്രീസിലാണ്. നിലവിലുള്ള ജനാധിപത്യ രീതി, അതായത് പാർലമെൻ്ററി വ്യവസ്ഥ, നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഈ ഒരു ജനാധിപത്യ രീതി, ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ രീതി ആദ്യമായി ഉയർന്നു വന്നത് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യു കെയിലാണ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഏതൻസ്, ഗ്രീസ്. നിലവിലുള്ള ജനാധിപത്യ രീതി ആദ്യമായി വന്ന രാജ്യം ഇംഗ്ലണ്ട്, യു കെ. ഡെമോക്രസി എന്ന പദം. ജനാധിപത്യം അതായത് ഡെമോക്രസി എന്ന പദത്തിൻ്റെ ഉത്ഭവം. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം കൊണ്ടുവരുന്നത്. ആദ്യമായി ഡെമോക്രസി എന്ന പദം യൂസ് ചെയ്യുന്നത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഡെമോക്രസി എന്ന പദം അത് വിഭജിക്കുമ്പോൾ ഡെമോസ് പ്ലസ് ക്രാറ്റോസ് ആണ്. ഡെമോസിൻ്റെ അർത്ഥം ജനങ്ങൾ, ക്രാറ്റോസിൻ്റെ അർത്ഥം അധികാരം. ഡെമോസ്, ക്രാറ്റോസും ഗ്രീക്ക് പദങ്ങളാണ്. ഇവയുടെ അർത്ഥം വരുന്നത് ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്ന് പറയുമ്പോൾ അധികാരമെന്നുമാണ്. അപ്പോൾ ഡെമോസ് പ്ലസ് ക്രാറ്റോസ്, ഡെമോക്രസി അതിൻ്റെ അധികാരം, ജനങ്ങളുടെ അധികാരം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഡെമോക്രസി പദം ഗ്രീക്ക് പദമാണ്. ഹെറോഡോട്ടസ് ആണ് കൊണ്ടുവന്നത്. ഡെമോസിൻ്റെ അർത്ഥം ജനങ്ങൾ, ക്രാറ്റോസിൻ്റെ അർത്ഥം അധികാരം. സോ ഡെമോക്രസിയുടെ അർത്ഥം ജനങ്ങളുടെ അധികാരം. ഗ്രാമസഭ. ഭരണ വികസന പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്നതിന് വേണ്ടി വാർഡുകളിൽ, അതുപോലെ പഞ്ചായത്തുകൾ, ചെറിയ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമസഭകൾ നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ മാത്രമായിട്ട് ഭരണം നടത്താതെ ഓരോ ജനങ്ങളെയും ആ പ്രദേശത്തെ ഭരണനിർവഹണത്തിൽ പങ്കാളികളാക്കുന്നതിനു വേണ്ടിയിട്ടാണ്, ഭരണ വികസന പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമസഭ കൂടുന്നത്. ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരാണ്? ആ പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാവരും തന്നെ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. കുറഞ്ഞത് വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം.
വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. ആരാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്? മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ ആണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. ഗ്രാമസഭ നഗരത്തിലേക്കെത്തുമ്പോൾ അതറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. ഗ്രാമസഭ നഗരത്തിലേക്കെത്തുമ്പോൾ അതറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. ഗ്രാമസഭ ഭരണ വികസന പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികൾ ആക്കുന്നതിനു വേണ്ടി അംഗങ്ങൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാവരും. വർഷത്തിൽ 4 തവണ വിളിച്ചുകൂട്ടുന്നത് മെമ്പർ ഓർ കൗൺസിലർ. നഗരത്തിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭ. ജനാധിപത്യത്തെ 2 തരമാക്കി തിരിക്കാം. ഒന്ന് പങ്കാളിത്ത ജനാധിപത്യം അതല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. 2 പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം. ജനാധിപത്യ രീതി 2 തരത്തിലാണുള്ളത്. ഒന്ന് പങ്കാളിത്ത ജനാധിപത്യം, അതിൻ്റെ മറ്റൊരു പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. രണ്ടാമത്തത് പ്രാതിനിധ്യ ജനാധിപത്യം, അതിൻ്റെ മറ്റൊരു പേര് പരോക്ഷ ജനാധിപത്യം. പങ്കാളിത്ത ജനാധിപത്യം. പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേര് പ്രത്യക്ഷ ജനാധിപത്യം. ഇവിടെ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. അതായത് പ്രത്യക്ഷത്തിൽ ജനങ്ങൾ എന്താണ് ഭരണനിർവഹണത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ഓരോ ജനങ്ങളും ഭരണനിർവഹണത്തിൽ പങ്കാളികളാവുന്നു. ജനസംഖ്യ കുറഞ്ഞ പ്രദേശത്ത് അല്ലെങ്കിൽ രാജ്യങ്ങളിലാണ് പങ്കാളിത്ത ജനാധിപത്യമുള്ളത്. അതായത് ഓരോ ജനങ്ങളെയും ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവിടെ എന്തായിരിക്കും? ജനസംഖ്യ കുറവായിരിക്കണം. അപ്പോൾ ജനസംഖ്യ കുറഞ്ഞ പ്രദേശത്താണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം നടക്കുന്നത്. എക്സാമ്പിൾ, പങ്കാളിത്ത ജനാധിപത്യം ഇപ്പോൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് എക്സാമ്പിളാണ് സ്വിറ്റ്സർലാൻഡും ഉറുഗ്വേയും. പങ്കാളിത്ത ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം, ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. ജനസംഖ്യ കുറഞ്ഞ പ്രദേശത്ത് സ്വിറ്റ്സർലാൻഡ്, ഉറുഗ്വേ. ദെൻ പ്രാതിനിധ്യ ജനാധിപത്യം. പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് പരോക്ഷ ജനാധിപത്യം. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരണം നടത്തുന്നു. ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ആ പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്നു. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് ഇത് നടക്കുന്നത്. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ ഓരോരുത്തരെയും ഭരണനിർവഹണ കാര്യത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഓരോ ജനങ്ങൾ ഒരു പ്രതിനിധിയെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയും ആ പ്രതിനിധി ഇവർക്ക് വേണ്ടി ഭരണം നടത്തുകയും ചെയ്യുന്നു. പ്രാതിനിധ്യ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്ക, ജർമ്മനി. ഇനിയും രാജ്യങ്ങളുണ്ട്. പാഠപുസ്തകത്തിൽ തന്ന എക്സാമ്പിൾസ് ആണത്. പ്രാതിനിധ്യ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരണം നടത്തുന്നു. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ എക്സാമ്പിൾ ഇന്ത്യ, അമേരിക്ക, ജർമ്മനി. 1989 വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 ആക്കി. 1989 മുമ്പ് വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. 89 ശേഷമാണ് വോട്ടവകാശത്തിനുള്ള പ്രായം 18 ആക്കിയത്. ദെൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. 1+2, അതായത് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്ലസ് 2 അംഗങ്ങൾ കൂടിയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയാണ് ഈ 3 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി ഇലക്ഷൻ, ഉപരാഷ്ട്രപതി ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 അംഗങ്ങളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്ലസ് 2 അംഗങ്ങൾ. രാഷ്ട്രപതിയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി ഇലക്ഷൻ, ഉപരാഷ്ട്രപതി ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. താങ്ക് യു. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. തുടർ പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.